ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ഉപകാരമുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ കർക്കിടക മാസമൊക്കെ ആണല്ലോ. അപ്പോൾ കർക്കിടക കഞ്ഞി എങ്ങനെ സിമ്പിളായിട്ട് വെക്കാമെന്നാണ് നമ്മൾ കാണിക്കണത്. ഇതിൽ വേറെ കൂടുതൽ ചേരുവകളൊന്നുമില്ല. നമ്മൾ ചെറിയരി ഉണ്ടല്ലോ, പൊടിയരി എന്നൊക്കെ പറയും, ആ ഒരു പൊടിയരി കൊണ്ട് കഞ്ഞി വെച്ചിട്ട് നമ്മളെ കർക്കിടക കിറ്റ് കിട്ടും, വാങ്ങാൻ കിട്ടും പൊടിയായിട്ട് തന്നെ. അപ്പോൾ അതൊന്ന് ഒരു 2 ടീസ്പൂണും പിന്നെ അതേപോലെ ഒരു മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം കുറുകി വെന്ത് വന്നതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റായി കുറുകി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പിടുന്ന വീഡിയോ ഇതിൽ മിസ്സായിട്ടുണ്ട്. പിന്നെ നമ്മൾ വായനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണിക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ നമ്മൾ വേണ്ടത് ചെറിയ ഉള്ളി നമ്മൾ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ നെയ്യിലാണ് കേട്ടോ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതും കൂടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഉള്ളി നമ്മൾ വാട്ടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മൂപ്പിച്ചെടുത്ത് നമ്മളത് നേരെ കർക്കിടക കഞ്ഞി റെഡി ആയതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. പരിപാടിയൊക്കെ ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ വേദനക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇതൊരു നല്ലൊരു മരുന്നാണ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കി, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.